നമസ്കാരം. നാടിൻ്റെ നാവുന്നേര് നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നാളെ ജനുവരി 22 ജീവൻ്റെ ദിനമാണ്. വിശേഷങ്ങളിലെ മറ്റു ചില വിശേഷങ്ങൾ കൂടിയുണ്ട്, അത് നമുക്ക് നോക്കാം. ഒപ്പം നിങ്ങൾ വാർത്ത തീർച്ചയായിട്ടും കാണുന്നവരാണ്. കൂടുതൽ പേർ ഇപ്പോൾ നമ്മുടെ വാർത്ത കാണുന്നുണ്ട്, നമ്മുടെ സൈറ്റ് സന്ദർശിക്കുന്നുണ്ട്. ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്. ഒപ്പം കുറച്ച് പേർ ഞങ്ങളുടെ വാർത്ത അറിയിക്കുന്നുണ്ട്, അതും ഞങ്ങൾ സന്തോഷം നൽകുന്ന കാര്യമാണ്. വാർത്ത നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, സുഹൃത്തുക്കൾ കൊടുക്കുന്നുണ്ട്. പലരും വാർത്ത സ്വന്തം വാർത്ത മാത്രം കട്ട് ചെയ്താണ് ഇടുന്നത്. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഏറ്റവും വലിയ താല്പര്യം അതായിരിക്കും. അത് അരുത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതിനോടൊപ്പം നമ്മുടെ വാർത്തയുടെ ലിങ്ക് കൂടി കൊടുക്കണം. കാരണം നിങ്ങളുടെ വാർത്ത കാണുന്നവർക്ക് നമ്മുടെ വാർത്തയോടൊപ്പമുള്ള മറ്റു വിശേഷങ്ങൾ കൂടി കൂടി അറിയാൻ അത് സഹായകരമാകും. അങ്ങനെ നിങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷ. വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ യൂട്യൂബ് സ്ക്രീനിന് തൊട്ട് താഴെ ചുവന്ന അക്ഷരത്തിലാണ് സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയ ഒരു പ്രേക്ഷകരാണ്. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് വിരലമർത്തണം. അപ്പോൾ അതിന് നിറം മാറി ചുവന്ന അക്ഷരം മാറി കറുത്ത അക്ഷരമാവും. സബ്സ്ക്രൈബ്ഡ് എന്നാകും അതിലുള്ള എഴുത്ത്. തൊട്ട് വലതുവശത്ത് ഒരു ബെല്ലിൻ്റെ ബട്ടൺ തെളിഞ്ഞു വരും. അതിലേക്ക് വിരലമർത്തുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഓൾ ഓപ്ഷനിലേക്ക് വിരലമർത്തുമ്പോൾ നിങ്ങൾ നാട്ടുവട്ടത്തിൻ്റെ വരിക്കാരനായി കഴിഞ്ഞ് ഞങ്ങൾ വാർത്ത അപ്ലോഡ് ചെയ്യുന്ന അതേ നിമിഷം നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ നോട്ടിഫിക്കേഷനോടുകൂടി എത്തും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വാർത്ത കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും എന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടുകൂടി നമുക്ക് ദിനവിശേഷങ്ങൾ നോക്കാം. നാളെ ജനുവരി 22 ജീവൻ്റെ ദിനം. ഫൊണറ്റിക് ഷോർട്ട് ഹാൻഡിൻ്റെ ആചാര്യനായ ഐസക് പിറ്റ്മാൻ ചരമദിനം. രക്തരൂക്ഷിത ഞായർ ബ്ലഡി സൺഡേ റഷ്യയിൽ സർ ചക്രവർത്തിക്ക് നിവേദനം നൽകാനെത്തിയ തൊഴിലാളികൾക്ക് നേരെ സൈനികർ നടത്തിയ വെടിവെപ്പിൽ 500-ലധികം പേർ മരിച്ച ദിവസം. കേരള വ്യാസൻ എന്നറിയപ്പെട്ട മഹാകവി കുഞ്ഞുകുട്ടൻ നിര്യാതനായി. ജനുവരി 22 ലൈഫ് ഡേ. ഞങ്ങൾ അതിനെ ജീവന്റെ ദിനമെന്ന് പരിഭാഷപ്പെടുത്തുന്നു. വലിയ സമ്പന്നരും വിദേശങ്ങളിൽ ഉൾപ്പെടെ ജോലിയുള്ളവരുമായ നിരവധി പേരുടെ മാതാപിതാക്കൾ അനാഥരെ പോലെ കഴിയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതമില്ല. കാരണം അത്തരക്കാർ നമ്മുടെ അയൽപ്പക്കങ്ങളിലുമുണ്ടല്ലോ. ഏകാന്തത അനുഭവിക്കുന്ന മക്കൾ ജീവിച്ചിരിക്കുമ്പോഴും ഏകാന്ത തടവിന് വിധിച്ച മാതാപിതാക്കളെ പോലെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴും ഏകാന്ത തടവിന് വിധിച്ച കുഞ്ഞുങ്ങളുമുണ്ടെന്ന് നാം കണ്ണു തുറന്ന് ചുറ്റും നോക്കിയാൽ കാണാം. അത്തരം കുട്ടികളെ കുറിച്ച് ചിന്തിക്കാനാണ് ഈ ദിനം, ലൈഫ് ഡേ അഥവാ ജീവന്റെ ദിനം. ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ എന്നിവയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ശിശുദിനത്തിന്റെ കാര്യമോ? അത് എല്ലാ ദിവസവുമല്ലേ എന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ മാതാപിതാക്കൾ എപ്പോഴും തിരക്കുള്ളവരായതിനാൽ അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഒരു കുടുംബദിനം ആസ്വദിക്കാൻ അപൂർവമായി മാത്രമേ അവസരം ലഭിക്കൂ എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് സെലിബ്രേഷൻ ഓഫ് ലൈഫ് ഡേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം ചെലവഴിക്കാൻ സമയം നീക്കിവെക്കുക. ജീവിതത്തിന്റെ തിരക്കിൽ അവനവന്റെ ഉള്ളിലേക്ക് നോക്കാൻ നമുക്ക് കഴിയണം. ഇത്തരം വിലയിരുത്തലുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അതിലൂടെ നിങ്ങളുടെ നന്മയെ വിലമതിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ നിങ്ങളുടെ ജോലിയുടെ അനാവശ്യ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറും. കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നതിലെ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കുട്ടികൾ എത്രമാത്രം പ്രത്യേകതയുള്ളവരാണെന്നും അവരെ സംരക്ഷിക്കാനും അവർക്ക് സുഖകരവും സന്തോഷകരവുമായ ജീവിതം നൽകാനും കഴിയുന്നതിൽ നിങ്ങൾ തൃപ്തനാകും. തീർച്ചയായും നിങ്ങൾ ഒടുവിൽ അവരെ സ്വതന്ത്രരായി ചുറ്റിക്കറങ്ങാനും അവരെ വ്യക്തിയാകാനും അനുവദിക്കും. എന്നാൽ അവർ പുറത്തു പോകുമ്പോൾ പോലും നിങ്ങളുടെ കുട്ടികളുമായുള്ള നിങ്ങളുടെ ബന്ധം അത് തകർക്കില്ല. ലൈഫ് ഡേ ആഘോഷിക്കുന്നത് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിലേക്ക് നോക്കുകയും നിങ്ങൾ അഭിമാനിക്കേണ്ട എല്ലാ കാര്യങ്ങളും സ്വയം ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. പ്രസവ വേദനയുടെ വേദനയോ പുതിയ വീട്ടിലേക്ക് മാറുന്നതിന്റെ നിരാശയോ ആകട്ടെ, കുട്ടികൾ ഉണ്ടാകാൻ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ധാരാളമുണ്ട്. ഭാവിയിൽ ഇനിയും നിരവധി വെല്ലുവിളികൾ നേരിടാനുമുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് തങ്ങൾ കഷ്ടപ്പെടുന്നതെന്ന് ധരിക്കുകയും കുട്ടികളിൽ നിന്ന് ബാല്യകാലം മുഴുവൻ അകന്നു കഴിയുകയും ചെയ്യുന്നവർക്ക് ഈ ദിനം തിരിച്ചറിയാനുള്ളതാണ്. നിങ്ങൾ പണം സമ്പാദിച്ച് ജോലി തിരകൾ കഴിഞ്ഞു വരുമ്പോൾ ഈ കുട്ടികൾ നിങ്ങൾ പ്രതീക്ഷിച്ച തരത്തിൽ ജീവിതം പഠിച്ചുവോ? തിരിച്ചറിവിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. ലൈഫ് ഡേ ആഘോഷത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം. റൊണാൾഡ് റീഗൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ 1984 ലൈഫ് ഡേ ആഘോഷം ആരംഭിച്ചത്.
ഗർഭചിത്രത്തിലൂടെ കുട്ടികളെ ഇല്ലാതാക്കുന്നതിനെതിരായി കുട്ടികളെ സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനുമായിരുന്നു ഈ ദിനാചരണം. ജീവിത പ്രാരാബ്ദങ്ങൾക്ക് മുന്നിൽ കുട്ടികളെ ഇല്ലാതാക്കുന്നതും അവരുടെ ജീവിതം അരക്ഷിതമാക്കുന്നതും ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യം. നിങ്ങൾ വളരുംതോറും ജീവിക്കുക എന്നത് ഒരു വെല്ലുവിളിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ആളുകൾ അവരുടെ ജീവിതത്തിലൂടെ പോരാടുന്നു. ജീവിത വഴിയിലെ പ്രതിബന്ധങ്ങളെ മറികടക്കേണ്ടതുണ്ട്. പ്രതിസന്ധികൾ ജീവിതത്തെ വെല്ലുവിളികൾ ഉള്ളതാക്കുന്നു. പലരും ജീവിതത്താൽ തളർന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ കുറവുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നമുക്ക് എല്ലാവർക്കും നല്ലതുകളെ കുറിച്ച് നന്ദിയുള്ളവരായിരിക്കാം. ഈ മനോഭാവം പ്രതിസന്ധികളെ നേരിടാൻ സഹായിക്കും. നന്ദിയുടെ ചരിത്രത്തിന് മതപരമായ ഉത്ഭവമുണ്ട്. പ്രായോഗികമായി എല്ലാ പ്രധാന വിശ്വാസങ്ങളും മനസ്സിനെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ അതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. നന്ദിയുള്ള ആളുകൾ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഏറ്റവും തൃപ്തരാണ്. അവർ സമ്മർദ്ദം കുറഞ്ഞവരും കൂടുതൽ സംതൃപ്തമായ സാമൂഹിക ബന്ധമുള്ളവരുമാണെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും നന്ദിയുള്ളവരായിരിക്കേണ്ടത് കുട്ടികളോടാണ്. അവർ വലിയ സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും ഉറവിടമാണ്. നിങ്ങൾ ലോകത്തേക്ക് കൊണ്ടുവരുന്ന പുതിയ ജീവിതങ്ങളാണവർ. അവരോട് നന്ദിയുള്ളവരായിരിക്കുക എന്നത് നല്ല ഒരു പരിശീലനമാണ്. കുഞ്ഞുങ്ങളോടൊപ്പം ഈ ദിനം നിങ്ങൾക്ക് എല്ലാവർക്കും ആസ്വദിക്കാനും ആഘോഷിക്കാനും കഴിയട്ടെ. ഓട്ടപ്രദർശന വാർത്തകളിലേക്ക് പോകാം. റഷ്യയുടെ വാഗ്നർ മെർസനറി സംഘത്തെ US ക്രിമിനൽ സംഘങ്ങളായി പ്രഖ്യാപിച്ചു. കാർ യാത്രയ്ക്കിടെ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് പിഴ. ഗുജറാത്ത് വംശഹത്യയിൽ മോഡിക്ക് പങ്കുണ്ടെന്ന BBC ഡോക്യുമെന്ററിയുടെ ലിങ്കുകൾ ട്വിറ്റർ നീക്കി. തെലങ്കാനയിലെ രാമപ്പ ക്ഷേത്രത്തിൽ മലിക സാരാഭായി ആണെങ്കിൽ അനുമതിയില്ലെന്ന് മന്ത്രി. ക്ഷേത്രത്തിന് പുറത്ത് നൃത്തം ചെയ്യുമെന്ന് മല്ലിക. ഭാഷകളെ അടിച്ചമർത്തിയാൽ നാട്ടറിവുകളും സാംസ്കാരിക മൂല്യങ്ങളും ഇല്ലാതാകുമെന്ന് സാഹിത്യകാരൻ സേതു. ജാതി വിഭജനം. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ രാജിവെച്ചു. അയൽപ്പക്ക വാർത്തകൾ നോക്കാം. കേരളം വിദ്യാസമ്പന്നം. സമാന്തര മേഖലയുടെ സേവനങ്ങളും അവഗണിക്കാനാവാത്തതെന്ന് മന്ത്രി ജെ ചിഞ്ചൂറാണ്. കേരള പാൽ കോളേജ് അസോസിയേഷൻ ജില്ലാ കലോത്സവം നടന്നു. ആനുകൂല്യങ്ങളും തൊഴിലും ഇഷ്ടക്കാർക്ക് ഇഷ്ടദാനം നൽകുന്ന സർക്കാരുകളാണ് രാജ്യം ഭരിക്കുന്നതെന്ന് PC വിഷ്ണുനാഥ് MLA. നാട്ടുവട്ടം വാർത്ത തുണയായി. അപകടക്കെണിയായ ഓട മൂടി യാത്ര സുഗമമാക്കി. അഗ്നിവീർ റിക്രൂട്ട്മെന്റ് പേരിൽ 30 ലക്ഷം തട്ടിയ മുൻ സൈനികൻ അറസ്റ്റിൽ. ടാറിങ്ങിടയുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗ നേതൃത്വത്തിൽ എഞ്ചിനീയറെ കണ്ട് ചർച്ച നടത്തി. SBI ബ്രാഞ്ച് മാനേജരെ യൂത്ത് കോൺഗ്രസ് ഉപരോധിച്ചു. നാളത്തെ പരിപാടി ചരം. അഴകിൻ്റെ നിറവ് നിറയുന്ന അഭിമാനം. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്. സ്വപ്നങ്ങൾ നെയ്യുന്ന പെൺമനസ്സുകളുടെ പൊൻ ആഭരണ സങ്കല്പങ്ങളുടെ പരിശുദ്ധി. ചിന്നൂസ് ജുവലേഴ്സ്. അതെ, വിളംബര നാടിൻ്റെ വിശ്വസ്ത നാട്. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, CSI കോംപ്ലക്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ. ചിന്നൂസ് ജുവലേഴ്സ്, മുക്കട, കുണ്ടറ. വിവാഹ ആവശ്യങ്ങൾക്ക് ഹോൾസെയിൽ വില മാത്രം. പണിക്കൂലി 1.9% മുതൽ. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ പുത്തൻ BIS 916 ഹാൾമാർക്ക് ആഭരണങ്ങളായി മാറ്റിയെടുക്കാം. അതും ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, CSI കോംപ്ലക്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ. കേരളം വിദ്യാസമ്പന്നം. സമാന്തര മേഖലയുടെ സേവനങ്ങളും അവഗണിക്കാനാവാത്തതെന്ന് മന്ത്രി ജെ ചിഞ്ചൂറാണ്. കേരള പാൽ കോളേജ് അസോസിയേഷൻ ജില്ലാ കലോത്സവം നടന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വിദ്യാസമ്പന്നമാണെന്നും പൊതുവിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കും വിധം സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അവഗണിക്കാനാകാത്തതാണെന്നും മന്ത്രി ജെ ചിഞ്ചൂറാണി. കേരള പാൽ കോളേജ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജില്ലാ പ്രസിഡന്റ് R വേണുഗോപാലപിള്ള അധ്യക്ഷത വഹിച്ചു. കവി ബാബു പാക്കനാർ മുഖ്യപ്രഭാഷണം നടത്തി. ഇളമ്പുള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റജി കല്ലമ്പിള, വാർഡംഗം അനിജി ലൂക്കോസ്, ജില്ലാ സെക്രട്ടറി വിനോദ് ഭരതൻ, കൺവീനർ മുഹമ്മദ് റഫീഖ്, അഞ്ചൽ മേഖലാ സെക്രട്ടറി മഹേഷ്, കണ്ണനല്ലൂർ മേഖലാ പ്രസിഡന്റ് PS ബൈജു, ജില്ലാ കമ്മിറ്റി അംഗം സനോജ് വിജയൻ, കലോത്സവം കൺവീനർ ഗിരീഷ് G മുഖത്തല എന്നിവർ സംസാരിച്ചു. 400-ലധികം കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു. ജില്ലാ സമ്മേളനം നാളെ 4-ന് നടക്കും. സമ്മേളനം ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. PC വിഷ്ണുനാഥ് MLA,
സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മഹാറാലിയും നടക്കും. കോളേജിൽ നിങ്ങളുടെ പാഠഭാഗങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുവാനും ഉയർന്ന മാർക്ക് നിങ്ങൾക്ക് മേടിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് അതിലൂടെ കഴിയുന്നുണ്ട്. നമ്മളെല്ലാം ഇത് കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുക. അന്നത്തെ അധ്യാപകരെയൊക്കെ ഇന്ന് നമ്മൾ വളരെ ആദരവോടുകൂടി കാണുന്ന ഒരാളാണ് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. കാരണം ഇന്ന് വിദ്യാഭ്യാസ മേഖലകളിൽ ഉയർന്ന മേഖലകളിലേക്ക് കടന്നു കയറുവാൻ കൂടി നല്ലതുപോലെ അതിൽ നല്ല വിജ്ഞാനം നേടുവാൻ വേണ്ടി അവർ പാരലൽ കോളേജുകളിൽ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ കോളേജുകളിൽ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് കൂടുതൽ മാർക്ക് നേടിയെന്നില്ല അവർക്ക് കഴിയും. ഇന്ന് വിദ്യാഭ്യാസ മേഖലകൾ എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ മേഖല ഉള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളം മാറിയിട്ടുണ്ട്. അങ്ങനെ മാറുന്നത് മാത്രമല്ല, ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ മുമ്പ് നമുക്കറിയാം കുഞ്ഞുങ്ങൾ വളരെ കുറവായിരുന്നു. നമ്മുടെ അധ്യാപകരുടെ മക്കളെ പോലും ഗവൺമെന്റ് സ്കൂളുകളിൽ വിടാതെ എയ്ഡഡ് മേഖലയിലേക്ക് കടത്തിവിടുന്ന ഒട്ടേറെ അധ്യാപകരെ ഞങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് ആ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളെ അംഗീകരിക്കപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കിക്കൊണ്ട് അവർക്ക് ആധുനിക രീതിയിൽ പഠിക്കുവാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇന്ന് ഈ ഗവൺമെന്റ് സ്കൂളുകളിൽ കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് മുന്നേറുകയാണ്. ഒരു പക്ഷേ സ്വാഗത പ്രസംഗത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കേട്ടത്. കോവിഡിന്റെ ഒരു കാലഘട്ടം കേരളത്തിലും ഉണ്ടായിരുന്നു. വീട്ടിലിരുന്ന ഒരു കാലഘട്ടം, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥ, അച്ഛനമ്മമാർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, നിരത്തുകൾ ഉൾപ്പെടെ ആ ഒഴിഞ്ഞു കിടക്കുന്ന നിരത്തുകൾ നമുക്ക് കാണും, വാഹനങ്ങൾ പോലും ഓടാതിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലും ഇന്ത്യയിലും ലോക രാജ്യങ്ങളിലും നമ്മൾ കണ്ടു. ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ രക്ഷകർത്താക്കൾ ചിന്തിച്ചതൊന്നാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ പഠിക്കും, അവരുടെ ഭാവി. വിശ്വാസങ്ങളും ദേവാലയങ്ങളും പള്ളികളും ഒക്കെ നമ്മളെ പലതരത്തിൽ കീഴ്പ്പെടുത്തുകയും ചൂഷണത്തിന് വിധേയമാക്കുകയും ഒക്കെ ചെയ്ത കാലഘട്ടത്തോട് നമ്മൾ കടന്നു പോകും. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ വയ്യാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കോവിഡ് കാലയളവിൽ നമ്മുടെ വിദ്യാഭ്യാസം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മൊബൈലുകളെ നമ്മൾ അതുപോലെ തന്നെ അന്ധവിശ്വാസത്തിനെതിരെ പോരാടും എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കേണ്ടതായിട്ടുണ്ട്. ആ അവസരത്തില് ദൈവം വരുന്ന വഴികൾ എന്ന് പറയുന്ന കവിത നിങ്ങളുടെ മുന്നിൽ ചൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം വരുന്ന വഴികൾ എങ്ങനെയാണ് ദൈവം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്? മുറ്റത്തു ചെടികളെ പോറ്റിയെന്നാൽ പൂക്കളായി ദൈവം ചിരിച്ചു നിൽക്കും. തേന്മാവും പ്രാവും വളർത്തിയെന്നാൽ കനികളായി ദൈവം കനിഞ്ഞു നിൽക്കും. പാടത്തു നന്നായി പണിയെടുത്താൽ കതിരായി ദൈവം കനിഞ്ഞു നിൽക്കും. ഖനികളിൽ നന്നായി പുരന്നു ചെന്നാൽ നിധിയായി ദൈവം തിളങ്ങി നിൽക്കും. അക്ഷരം കളയത്ത മുത്തിയെന്നാൽ പൊരുതും കരുത്തായി ദൈവമത്തും. മദ്യം കുടിച്ചു മതിച്ചു വന്നാൽ ദുരിതമായി ദൈവം പകച്ചു നിൽക്കും. കുടിലത കുന്നായ്മ കൂടിയെന്നാൽ മാരണം ദൈവം മറഞ്ഞു നിൽക്കും. സ്നേഹം പകർന്നു നിന്നാൽ ഉയരായ ഹൃദയത്തിൽ ദൈവമത്തും. മുറ്റത്തു ചെടികളെ പോറ്റിയെന്നാൽ പൂക്കളായി ദൈവം ചിരിച്ചു നിൽക്കും. സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ അവർക്ക് അക്ഷരങ്ങൾ പകർന്നു കൊടുക്കുന്നു. അവരുടെ ഹൃദയത്തിൽ അവരുടെ സർഗാത്മകത തെളിയുന്നതിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്ന പാഠ്യേതര പദ്ധതികൾ നടപ്പിലാക്കി കൊടുക്കുന്നു. ആനുകൂല്യങ്ങളും തൊഴിലുകളും ഇഷ്ടക്കാർക്ക് ഇഷ്ടദാനം ചെയ്യുന്ന സർക്കാരുകളാണ് രാജ്യം ഭരിക്കുന്നതെന്ന് PC വിഷ്ണുനാഥ് MLA. സാമ്പത്തിക ആനുകൂല്യങ്ങളും തൊഴിലും ഉൾപ്പെടെ ഇഷ്ടക്കാർക്ക് ദാനം നൽകുന്ന സർക്കാരുകളാണ് കേരളവും കേന്ദ്രവും ഭരിക്കുന്നതെന്ന് PC വിഷ്ണുനാഥ് MLA. കോൺഗ്രസ് കുണ്ടക നിയോജന മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പൗരവിചാരണ വാഹനജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിളവീട്ടിൽ മുരളി അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ നാസിമുദ്ദീൻ ലബ്ബ, KC വരദരാജൻ പിള്ള, ആന്റണി ജോസ്, ശ്രീനിവാസൻ, സാം വർഗീസ്, നാസിമുദ്ദീൻ, CD ജോൺ, കുണ്ടർ സുബ്രഹ്മണ്യം, ഷറഫ് കുണ്ട്ര എന്നിവർ പങ്കെടുത്തു. ജാഥ നാളെ കൊറ്റങ്കര തോട്ടിൻകരയിൽ സമാപിക്കും.
ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇതുപോലെ തന്നെയാണ്. പാചകവാതകത്തിന് 2 വർഷമായി സബ്സിഡി ഇല്ല. 400 രൂപയായിരുന്നു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പാചകവാതകത്തിന്. ഇപ്പൊ എത്രയായി? 1200 രൂപയായി പാചകവാതകത്തിന്റെ വില. അപ്പൊ ഈ 2 ഗവൺമെന്റുകളുടെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി KPCCയുടെ തീരുമാനപ്രകാരം നടത്തുന്ന ഈ പൗര വിചാരണ യാത്രയ്ക്ക് 3 മണി മുതൽ ഇതിനെ സ്വീകരിക്കാനും ഈ ജാഥയിൽ പങ്കെടുക്കാനും എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ ജാഥ ഇവിടെ ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. നമസ്കാരം. കേരളത്തിൻ്റെ തനത് അയോധന കലയായ കളരിപ്പയറ്റ് അഭ്യസിക്കാനും കളരി യോഗ മർമ്മ ചികിത്സയ്ക്കും യോഗാചാര്യ മലബാർ P. വാസുദേവൻ ഗുരുക്കൾ CVN കളരി യോഗ മർമ്മ ചികിത്സാശ്രമം അയത്തിൽ പുളിയത്തുമുക്ക് കൊല്ലം. ഫോൺ ശിവകുമാർ ഗുരുക്കൾ 93 87 32 32 42. കുണ്ട്രയിലെ ശാഖ ഇളമ്പള്ളൂർ കേരളപുരം റെയിൽവേ സമാന്തര പാതയിൽ ചിറക്കോണത്ത് ESIക്ക് സമീപത്തായി പ്രവർത്തിക്കുന്നു. ഫോൺ 94 47 11 99 80. അയോധനകല ആക്രമിക്കാനുള്ളതല്ല, അത് ആത്മരക്ഷയ്ക്കുള്ളതാണ്. ശരീരത്തിൻ്റെ കരുത്തും മനസ്സിൻ്റെ ഉറപ്പും കാത്തുസൂക്ഷിക്കാൻ കളരി അഭ്യാസം 7 വയസ്സ് മുതൽ പ്രായമുള്ള ആർക്കും പഠിക്കാം. കളരി പഠനത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. കളരി അറിയാനും കളരി അഭ്യസിക്കാനും യോഗാചാര്യ മലബാർ P. വാസുദേവൻ ഗുരുക്കൾ CVN കളരി യോഗ മർമ്മ ചികിത്സാശ്രമം അയത്തിൽ പുളിയത്തുമുക്ക് കൊല്ലം. CVN കളരി ചിറക്കോണം കുണ്ടറ. ഏട്ടക്കുരുവിയുടെ മധ്യസ്ഥം. നിസാരന്മാരെ കൊണ്ട് മഹൽ കാര്യം നടത്തിക്കുക, നിസാരന്മാർ മഹൽ സ്ഥാനം വഹിക്കുക. വൈദ്യുതി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചില പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ഉയർന്ന വോൾട്ടതയിൽ മാത്രമേ നമുക്കത് കൊണ്ടുപോകാൻ പറ്റൂ. അതിൻ്റെ പ്രക്ഷേപണം അങ്ങനെ മാത്രമേ പറ്റൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വരുന്നത്? വൈദ്യുതി ഒരു സ്ഥലത്തുനിന്നും മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രക്ഷേപണത്തിന് കൂടിയ വോൾട്ടത ഉപയോഗിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തിലേക്ക് നമുക്ക് പോകാം. കറണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുമ്പോൾ അത് ഉയർന്ന വോൾട്ടതയിലാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? വിദ്യുത് ശക്തിയുടെ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. നാടിൻ്റെ മുക്കിലും മൂലയിലും വൈദ്യുതി എത്തിക്കേണ്ടതുണ്ട്. വീടുകളിലും കച്ചവട സ്ഥലങ്ങളിലും മറ്റും വൈദ്യുതി ഉപയോഗിക്കുന്നത് 240 വോൾട്ട് ഒറ്റ ഫേസ് അഥവാ 415 വോൾട്ട് 3 ഫേസ് എന്നീ നിലകളിലാണ്. കമ്പികളിലൂടെ വൈദ്യുതി ഒഴുകുമ്പോൾ കമ്പിയുടെ രോധത്തിൻ്റെ നേർ അനുപാതത്തിലും കറണ്ടിൻ്റെ വർഗത്തിൻ്റെ അനുപാതത്തിലും ഊർജം നഷ്ടപ്പെടുന്നു. അഥവാ ആംപിയർ കറണ്ടിന് I²R വാട്ട് ശക്തിയുണ്ട്. ഈ നഷ്ടം കുറയ്ക്കുവാനുള്ള എളുപ്പമാർഗം കറണ്ട് കുറയ്ക്കുകയാണ്. പക്ഷേ ഒരു ലൈനിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ശക്തി V×I വാട്ടാണ്. ഇവിടെ V എന്നത് വോൾട്ടതയാണ്. അപ്പോൾ ഒരേ അളവ് ശക്തി പ്രക്ഷേപണം ചെയ്യുമ്പോൾ I കുറയ്ക്കാനുള്ള സൂത്രം വോൾട്ടത ഉയർത്തുകയാണ്. അപ്പോൾ I²R കുറയും. R എന്ന രോധം ഒരു നിയന്ത്രിത അളവിൽ നിർത്തുകയും വേണം. വണ്ണം കൂടുതലുള്ള കമ്പികൾ ഉപയോഗിക്കുന്നതും നീളം കുറയ്ക്കുന്നതും രോധം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതിൽ നിന്നും പ്രക്ഷേപണ വോൾട്ടത 20 ഇരട്ടി ഉയർത്തിയാൽ ഒരേ ശക്തിക്ക് കറണ്ട് 20 മടങ്ങ് കുറയുമെന്നും ലൈൻ നഷ്ടം 400 മടങ്ങ് കുറയുമെന്നും മനസ്സിലാകുമല്ലോ. ഉയർന്ന വോൾട്ടതകളിൽ വൈദ്യുതി പ്രക്ഷേപണം ചെയ്യുന്നത് ഈ സൗകര്യത്തിനാണ്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ ടവറുകളിൽ വൈദ്യുതി കടത്തിവിടാത്ത ഇൻസുലേറ്ററുകളിൽ തൂക്കിയിട്ടാണ് ഉന്നത വോൾട്ടതയിലുള്ള വൈദ്യുത കമ്പികൾ കെട്ടുന്നത്. കേരളത്തിൽ 66,000 വോൾട്ട് അഥവാ 66 kV, 110 kV ഈ നിലകളിലുള്ള ഉന്നത വോൾട്ട ലൈനുകളുണ്ട്. അന്യസംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടാൻ 400 kV ലൈനുകളുടെ പദ്ധതി നടപ്പിൽ വന്നിട്ടുണ്ട്. നാട്ടുവട്ടം വാർത്ത തുണയായി അപകടക്കണിയായ ഓട മൂടി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാതയോരങ്ങൾ തറയോട് പാകിയും റോഡും നടപ്പാതയുമായി കമ്പിവേലിക്കെട്ട് തിരിക്കുകയും ചെയ്ത പരിഷ്കാരം ഇളമ്പളൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിരവധി പേരെ അപകടത്തിലാക്കിയിരുന്നു. മഴക്കാലത്ത് പാതയോരത്തൊഴുകിയെത്തുന്ന വെള്ളം റോഡിനടിയിലൂടെ കൾവർട്ട് വഴി പാലക്കുടി ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ കൾവർട്ടിന്റെ ആരംഭഭാഗമാണ് 2 മീറ്റർ ചതുരത്തിൽ സ്ലാബിട്ട് മൂടാതെയിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ വലിയ കുഴിയുടെ വഴിവക്കിലൂടെ സർക്കസുകാരെ പോലെ യാത്രക്കാർ വഴി നടന്നിരുന്നത്. ഇരുട്ടായാൽ ബസ്സിലേക്ക് ഓടിക്കയറാനെത്തുന്നവർ പലപ്പോഴും പാത ശ്രദ്ധിക്കാതെ ബസ്സിനായി ഓടുമ്പോൾ ഈ കുഴിയിൽ വീണാണ് അപകടം ഉണ്ടായിരുന്നത്. ഇതേ ഭാഗത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം ഒഴുകുന്നതും പതിവായിരുന്നു. ഈ മാസം 10-ന്
നാട്ടുവട്ടവും ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. MLA ഉൾപ്പെടെ നാട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. അടിയന്തരമായി പ്രശ്നം പരിഹരിക്കുമെന്ന് MLA നാട്ടുവട്ടത്തോട് പറഞ്ഞിരുന്നു. 10 ദിവസത്തിനുള്ളിൽ തന്നെ പരിഹാര നടപടിയുണ്ടായി. ഇനി ഇതുവഴി അപകടഭീതി കൂടാതെ ആർക്കും നടക്കാം. അഗ്നിവീർ റിക്രൂട്ട്മെന്റ് പേരിൽ 30 ലക്ഷം തട്ടിയ മുൻ സൈനികൻ റിമാൻഡിൽ. റിക്രൂട്ട്മെന്റിന്റെ വഴി ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി യുവാക്കളെ കബളിപ്പിച്ച് 30 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മുൻ സൈനികൻ അറസ്റ്റിൽ. ശാസ്താംകോട്ട മൈനാഗപ്പള്ളി ഐശ്വര്യ ഭവനിൽ ബിനു 42 ആണ് കുണ്ട്ര പോലീസിന്റെ പിടിയിലായത്. കുണ്ട്ര സ്വദേശികളായ ഉദ്യോഗാർത്ഥികൾ സൈനിക ഇന്റലിജൻസിന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പാങ്ങോട് സൈനിക രഹസ്യാന്വേഷണ വിഭാഗം, കുണ്ട്ര പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. അഗ്നിവീർ റിക്രൂട്ട്മെന്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് പല സ്ഥലങ്ങളിൽ നിന്നായി 30ഓളം യുവാക്കളെയാണ് കബളിപ്പിച്ചത്. ഉദ്യോഗാർത്ഥികളെ വിശ്വാസത്തിലെടുത്ത ശേഷം ഇവരിൽ നിന്ന് 1 ലക്ഷം രൂപ വീതം വാങ്ങുകയായിരുന്നു. ഇതിനായി ഇന്ത്യൻ സേനയുടെ പേരിൽ കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയിരുന്നു. സൈനിക റാലിക്കായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഫോണിൽ ബന്ധപ്പെട്ടാണ് തട്ടിപ്പ് നടത്തിയത്. റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുത്തവരെ സമീപിച്ച് പണം വാങ്ങുമ്പോൾ ഇതിൽ കുറച്ചു പേർക്കെങ്കിലും സ്വാഭാവികമായും ജോലി ലഭിക്കും. അത് താൻ വഴി നടന്നതാണെന്ന് വിശ്വസിപ്പിച്ച് മറ്റുള്ളവരെ അവരുടെ കഴിവുകേടുകൊണ്ടാണെന്ന് കിട്ടാതിരുന്നതെന്ന് ബോധ്യപ്പെടുത്തിയും നിലനിൽക്കാമെന്ന തന്ത്രമാണ് ഇയാൾ ഉപയോഗിച്ചതത്രേ. മിലിറ്ററി ഇന്റലിജൻസ് കുണ്ട്ര സ്റ്റേഷനിലെത്തി പ്രതിയെ ചോദ്യം ചെയ്തു. പുത്തൂർ സ്വദേശികളായ 2 പേർ കൂടി പോലീസിന്റെ പിടിയിലായതായി സൂചനയുണ്ട്. കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് SHO R രതീഷ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ എഞ്ചിനീയറെ കണ്ട് ചർച്ച നടത്തി. സ്റ്റാർച്ചുമുക്ക് കൈതാക്കോടി നവജ്യോതി വ്ളാവേത്ത് റോഡിന്റെ ടാറിങ്ങിന്റെ കാലതാമസം ഒഴിവാക്കി എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്ന ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡുവിന്റെ നേതൃത്വത്തിൽ ചുറ്റുമല ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ചർച്ച നടത്തി. അടിയന്തര നടപടി ഉടൻ കൈക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇജീന്ദ്രലേഖ, വാർഡ് മെമ്പർ ജഗന്നാഥൻ, എക്സ് ജോൺസൺ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. SBI കേരളപുരം ബ്രാഞ്ച് മാനേജരെ യൂത്ത് കോൺഗ്രസ് ഉപരോധിച്ചു. വിദ്യാഭ്യാസ ലോൺ അപേക്ഷകൾ തീരുമാനം വൈകിപ്പിക്കുന്നതിലും അതിന്റെ കാരണം ബന്ധപ്പെട്ടവരെ അറിയിക്കാത്തതിലും പ്രതിഷേധിച്ച SBI കേരളപുരം ശാഖാ മാനേജരെ യൂത്ത് കോൺഗ്രസ് കൊറ്റങ്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. ഉപരോധ സമരം 1 മണിക്കൂറോളം നീണ്ടു. കുണ്ട്ര പോലീസിന്റെ സാന്നിധ്യത്തിൽ ബാങ്ക് മാനേജരും സമരക്കാരും തമ്മിൽ ചർച്ച നടത്തുകയും സമരക്കാർ ഉന്നയിച്ച പരാതികൾ പരിഹരിക്കാമെന്ന ബാങ്ക് മാനേജർ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു. ഉപരോധത്തിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സുമേഷ് ദാസ്, കോൺഗ്രസ് കൊറ്റങ്കര മണ്ഡലം പ്രസിഡന്റ് കോണൽ വിനോദ്, ഇളമ്പുള്ളൂർ മണ്ഡലം പ്രസിഡന്റ് വിനോദ് G. പിള്ള, യൂത്ത് കോൺഗ്രസ് കൊറ്റങ്കര മണ്ഡലം പ്രസിഡന്റ് ഷുഹൈബ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മേക്കോൺ ഷാനവാസ്, യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് സിയാസ് ചാലുവിള, മണ്ഡലം സെക്രട്ടറി വിനോദ് കാമ്പിയിൽ, ഷംനാഥ് കേളപുരം, സെയ്ദ്, രാജിക, റാസിഖ്, ഷഹനാസ്, നുജുമുദ്ദീൻ തട്ടാശ്ശേരി, മുനീർ എന്നിവർ നേതൃത്വം നൽകി. കെട്ടിയാൽ മുഴച്ചിരിക്കും. 2 ചരടുകൾ കൂട്ടിക്കെട്ടിയാൽ കെട്ട് വീണെടുത്ത് മുഴ കാണും. യോജിപ്പില്ലാത്തവരെ പരസ്പരം യോജിപ്പിച്ചാൽ ചേർച്ചയില്ലായ്മ പ്രകടമായിരിക്കും. കാലഘട്ടം ആധുനികവും ഉത്തരാധുനികവും ഒക്കെയാണ്. നമ്മൾ ഈ പറയുന്ന പദങ്ങളൊക്കെ ഒരു 100 വർഷം മുമ്പും ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് ഒരു 50 വർഷത്തിന് ഇപ്പുറം വരുന്ന കാലത്തെ എല്ലാം ആധുനികം ഉത്തരാധുനികം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും ഈ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ പഴയ തലമുറയെ പുച്ഛിച്ചു തള്ളുമ്പോൾ പഴയ തലമുറ നമ്മുടെ ആരോഗ്യകാര്യങ്ങൾ, മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, ജീവിതത്തിൻ്റെ, സമൂഹത്തിൻ്റെ, പ്രകൃതിയുടെ ആകെ ആരോഗ്യകാര്യങ്ങൾ അവർ വളരെ ശുഷ്കാന്തിയോടുകൂടി ശ്രദ്ധിച്ചിരുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അത് ചിലപ്പം നമുക്കിനിയും നൂറ്റാണ്ടുകൾ വേണ്ടി വന്നേക്കാം പരീക്ഷണശാലയിൽ അതിൻ്റെയൊക്കെ സത്യവും നേരും കണ്ടുപിടിക്കാൻ. അതുവരെ നമ്മളിതിനെ അന്ധവിശ്വാസമെന്നും മോശപ്പെട്ട ചികിത്സയെന്നും ഒക്കെ പറഞ്ഞ് തള്ളിക്കളയാം. എങ്കിലും ഇത് പ്രയോഗിക്കുന്നവർ, അത് ജീവിതത്തിൽ വ്രതമാക്കിയിട്ടുള്ളവർ വളരെ ആരോഗ്യത്തോടു കൂടി ഏതാണ്ട് 80-90 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള ദൃഷ്ടാന്തങ്ങളാകുമ്പോൾ തീർച്ചയായിട്ടും പനിക്ക് സാധാരണഗതി അമ്മൂമ്മ വൈദ്യത്തിനകത്തുള്ള ഒരു ചില രീതികളുണ്ട്. പനിയെ നേരിടാനുള്ള ചില നാടൻ കുറുക്ക് വഴികളുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നെടുത്ത ആ കുറിപ്പ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ രാവിലെയുള്ള തണുപ്പ് മൂലം തുമ്മലും ജലദോഷവും അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഇത്തരത്തിലുള്ള ജലദോഷം ശമിപ്പിക്കാൻ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. അത്തരം ചില വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഇഞ്ചിയും തുളസിയും ചേർത്ത വെള്ളം കുടിക്കുന്നത് തുമ്മലും ജലദോഷവും അകറ്റാനും
രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ജിഞ്ചറോൾസ്, ഷാഗോൾസ് എന്നറിയപ്പെടുന്ന സംയുക്തങ്ങൾ ഇഞ്ചിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇവയാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത്. 2. തുളസി ഇലയും കൽക്കണ്ടവും ചേർത്തരച്ച് മിശ്രിതമാക്കി ഭക്ഷിക്കുന്നതും ജലദോഷത്തിൽ നിന്ന് രക്ഷ നേടാൻ സഹായിച്ചേക്കാം. 3. ജലദോഷം, തുമ്മൽ തുടങ്ങിയവ അകറ്റാൻ തേൻ മികച്ചതാണ്. തേനിൽ പലതരം ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളുണ്ട്. ചായയിൽ നാരങ്ങാനീരും തേനും ചേർത്ത് കുടിക്കുന്നത് ജലദോഷവും തൊണ്ടവേദനയും കുറയ്ക്കാൻ സഹായിക്കും. ചുമയ്ക്കുള്ള ഏറ്റവും ഫലപ്രദമായ പരിഹാരവും മാർഗവുമാണ് തേൻ. 4. പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ പല രോഗാവസ്ഥകളിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, ശ്വാസകോശത്തെ ബാധിക്കുന്ന വൈറസുകൾ എന്നിവയ്ക്കെതിരെ മഞ്ഞൾ ഫലപ്രദമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. 5. തുളസിയിലയും കുരുമുളകും ചേർത്ത് കാപ്പി തയ്യാറാക്കി ചെറു ചൂടോടെ കുടിക്കുന്നതും തുമ്മലും ജലദോഷവും ശമിപ്പിക്കാൻ സഹായിക്കും. 6. വിറ്റാമിൻ എ, കെ, സി, കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം എന്നിവയാൽ സമ്പന്നമാണ്. കുരുമുളക് ജലദോഷവും തുമ്മലുമൊക്കെ കുറയാൻ സഹായിക്കുന്നു. ഇവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മികച്ചതാണ്. ഇതിനായി മഞ്ഞളിട്ട പാലിൽ ഒരൽപ്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കുടിക്കാം. ചെറുമൂട് ഗ്രന്ഥകൈരളി ലൈബ്രറിയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം രാവിലെ 9-ന് ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി. കേരള പാരൽ കോളേജ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ഉച്ചയ്ക്ക് ശേഷം 3-ന്. ഉദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ. നാട്ടുവാതുക്കൽ ജോസ് ഭവനിൽ സെബാസ്റ്റ്യൻ 71 നിര്യാതനായി. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനവും സന്തോഷവുമാണ് ഞങ്ങളെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾക്കത് നല്ല ഊർജമാണ്. ഒപ്പം വളരെ പരിഹാസങ്ങളും വളരെ വിമർശനങ്ങളും ഞങ്ങൾക്കെതിരെ ഉണ്ട്. അത് ഞങ്ങൾക്ക് വളരെ ആഹ്ലാദം തരുന്നു, ഊർജം നൽകുന്നതാണ്. തീർച്ചയായിട്ടും എതിരുകളോട് ഏറ്റുമുട്ടി അവനവൻ്റെ പ്രതിരോധം കൊണ്ടുവളർത്തി എന്ന് ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ ഒരു പാട്ടുണ്ട്, ഒരു ഗീതമുണ്ട്. അത് തീർച്ചയായിട്ടും മാനവരാശിയുടെ ധീരതയെക്കുറിച്ചാണ്. നമ്മൾ മനുഷ്യർ കാലഘട്ടത്തോട്, പ്രകൃതിയോട് പടവെട്ടിയാണ് ഇത്രയും ഉന്നതിയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും അത്തരം നിങ്ങളുടെ വിമർശനങ്ങൾ, നിങ്ങളുടെ പരിഹാസങ്ങൾ ഒക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും നെഞ്ചോട് ചേർക്കുന്നു. അതൊക്കെ ഞങ്ങൾക്ക് നൽകുന്ന കരുത്ത് വളരെ വലുതാണ്. അതും ഉന്നയിക്കുന്നവരുള്ള ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ്. നാട്ടുവട്ടം വാർത്തകളോടൊപ്പം ഉള്ള ഞങ്ങളുടെ മറ്റ് 2 ചാനലുകൾ, ലൈല അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ്, 2 ചാനലുകളും നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 9-നും 10-നും മധ്യേ നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.